Good morning. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായി പോകുന്നത് സ്ട്രക്ചറൽ അനാലിസിസ് 2 എന്ന പേപ്പറിലെ 6th മൊഡ്യൂളിലെ ടോപ്പിക് ആയ മെത്തേഡ്സ് ഓഫ് പ്ലാസ്റ്റിക് അനാലിസിസ്. പ്ലാസ്റ്റിക് അനാലിസിസിൽ സ്ട്രക്ചേഴ്സിന്റെ ഡിഫറെന്റ് അനാലിസിസ് മെത്തേഡ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായി പോകുന്നത്. ഡിഫറെന്റ് അനാലിസിസ് മെത്തേഡ്സിലോട്ട് കടക്കുന്നതിന് മുന്നേ എന്താണ് കൊളാപ്സ് ലോഡ് എന്ന് നമുക്ക് നോക്കാം. ഒരു സ്ട്രക്ചർ കൊളാപ്സ് ആകുന്നത് അല്ലെങ്കിൽ ഫെയിൽ ആകുന്നത് ഒന്നുകിൽ എൻറ്റയർ സ്ട്രക്ചർ അല്ലെങ്കിൽ ആ സ്ട്രക്ചറിലെ ഏതെങ്കിലും പാർട്സ് അൺലിമിറ്റഡ് ഡിഫോംഡ് ആകുമ്പോഴാണ്. ഓക്കെ, അപ്പോ ഒരു സ്ട്രക്ചർ ഫെയിൽ ആയി അല്ലെങ്കിൽ കൊളാപ്സ്ഡ് ആയി എന്ന് നമ്മൾ പറയുന്നത് ഒന്നുകിൽ ആ എൻറ്റയർ സ്ട്രക്ചർ അല്ലെങ്കിൽ ആ സ്ട്രക്ചറിന്റെ ഏതെങ്കിലും ഒന്നോ രണ്ടോ പാർട്സിൽ അൺലിമിറ്റഡ് ഡിഫോർമേഷൻ ഉണ്ടാകുമ്പോഴാണ് സ്ട്രക്ചർ ഫെയിൽ ആകുന്നത്. സോ ഈ അൺലിമിറ്റഡ് ഡിഫോർമേഷൻ ഉണ്ടാകുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം ഇക്വേഷൻ എക്സീഡ്സ് ദി നമ്പർ ഓഫ് അൺനോൺ റിയാക്ഷൻസ്. നമ്പർ ഓഫ് അൺനോൺ റിയാക്ഷൻസിനേക്കാൾ കൂടുതൽ ഇക്വിലിബ്രിയം ഇക്വേഷൻസ് വരുന്ന കണ്ടീഷനിലാണ് ഒരു സ്ട്രക്ചർ ഫെയിൽ ആകുന്നത്. സോ ഈ ഒരു സ്റ്റേറ്റ് ഓഫ് കണ്ടീഷനെയാണ് നമ്മൾ കൊളാപ്സ് മെക്കാനിസം എന്ന് പറയുന്നത്. ആൻഡ് ഈ സ്റ്റേറ്റിലെ സ്ട്രക്ചർ ക്യാരി ചെയ്യുന്ന ലോഡാണ് കൊളാപ്സ് ലോഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ a structure is said to have collapsed if the entire structure or part of the structure starts undergoing unlimited deformation. This happens when the number of independent static equilibrium equations available are more than the number of reaction components. The state at which this condition develops is said to be collapse mechanism, and the load carried at this state is called collapse load. ഓക്കെ, അപ്പൊ ഒരു സ്ട്രക്ചർ കൊളാപ്സ് ആവുമ്പോൾ ക്യാരി ചെയ്യുന്ന ലോഡിനെയാണ് കൊളാപ്സ് ലോഡ് എന്ന് പറയുന്നത്. ആ സ്റ്റേറ്റ് ഓഫ് കണ്ടീഷനെയാണ് കൊളാപ്സ് മെക്കാനിസം എന്ന് പറയുന്നത്. ആൻഡ് കൊളാപ്സ് ലോഡ് ഇസ് ഓൾസോ നോൺ ആസ് ദി അൾട്ടിമേറ്റ് ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി ഓഫ് ദ സ്ട്രക്ചർ. സോ ഒരു സ്ട്രക്ചറിന് ക്യാരി ചെയ്യാൻ പറ്റുന്ന മാക്സിമം ലോഡാണ് കൊളാപ്സ് ലോഡ്. കൊളാപ്സ് ലോഡ് എക്സീഡ് കഴിയുമ്പോൾ സ്ട്രക്ചർ ഫെയിൽ ആകുന്നുണ്ട്. സോ ഒരു സ്ട്രക്ചറിന് ക്യാരി ചെയ്യാൻ പറ്റുന്ന അൾട്ടിമേറ്റ് ലോഡിനെയാണ് നമ്മൾ കൊളാപ്സ് ലോഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കൊളാപ്സ് ലോഡിനെ നമ്മൾ അൾട്ടിമേറ്റ് ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി ഓഫ് എ സ്ട്രക്ചർ എന്നും പറയാറുണ്ട്. ഓക്കെ, ഇനി കൊളാപ്സ് ലോഡ് ഡിറ്റർമിനേഷനെയാണ് നമ്മൾ പ്ലാസ്റ്റിക് അനാലിസിസ് എന്ന് പറയുന്നത്. ഡിറ്റർമിനിങ് ദി കൊളാപ്സ് ലോഡ് ഓഫ് എ സ്ട്രക്ചർ ഇസ് കോൾഡ് പ്ലാസ്റ്റിക് അനാലിസിസ്. ഓർ ഇൻ അതർ വേർഡ്സ്, പ്ലാസ്റ്റിക് അനാലിസിസിൽ നമ്മൾ ചെയ്യുന്നത് ഒരു സ്ട്രക്ചറിന്റെ കൊളാപ്സ് ലോഡ് കമ്പ്യൂട്ട് ചെയ്യുകയാണ്. ഓക്കെ, ഇനി structures are permitted to carry only a fraction of collapse load called working loads. So സ്ട്രക്ചറിന് യൂഷ്വലി നമ്മൾ പെർമിറ്റ് ചെയ്യുന്ന ലോഡ് എന്ന് പറയുന്നത് കൊളാപ്സ് ലോഡിന്റെ ഒരു ഫ്രാക്ഷൻ മാത്രമാണ്. ദാറ്റ് പെർമിറ്റഡ് ലോഡ് ഇസ് നോൺ ആസ് ദി വർക്കിംഗ് ലോഡ്. ഒരു സ്ട്രക്ചറിന് ക്യാരി ചെയ്യാൻ പറ്റുന്ന മാക്സിമം ലോഡിനെയാണ് നമ്മൾ കൊളാപ്സ് ലോഡ് അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഒരു സ്ട്രക്ചറിൽ നമ്മൾ പെർമിറ്റ് ചെയ്തിരിക്കുന്ന ലോഡിനെയാണ് വർക്കിംഗ് ലോഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ജസ്റ്റ് എ ഫ്രാക്ഷൻ ഓഫ് കൊളാപ്സ് ലോഡ്. ഇനി കൊളാപ്സ് ലോഡും വർക്കിംഗ് ലോഡും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് കൊളാപ്സ് ലോഡ് ഇസ് ഈക്വൽ ടു ലോഡ് ഫാക്ടർ ഇൻടു വർക്കിംഗ് ലോഡ്, where load factor is the ratio of collapse load to working load. അപ്പോൾ കൊളാപ്സ് ലോഡും വർക്കിംഗ് ലോഡും തമ്മിലുള്ള റിലേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഈ റിലേഷനിൽ ലോഡ് ഫാക്ടർ എന്ന് പറയുന്നത് കൊളാപ്സ് ലോഡിന്റെയും വർക്കിംഗ് ലോഡിന്റെയും റേഷ്യോ ആണ്. സോ പ്ലാസ്റ്റിക് അനാലിസിസിലെ ലോഡ് ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഇലാസ്റ്റിക് അനാലിസിസിലെ ഫാക്ടർ ഓഫ് സേഫ്റ്റിക്ക് സിമിലർ ആണ്. ഓക്കെ, അപ്പോ പ്ലാസ്റ്റിക് അനാലിസിസിലെ ലോഡ് ഫാക്ടർ ഇസ് സിമിലർ ടു ഫാക്ടർ ഓഫ് സേഫ്റ്റി ഇൻ ഇലാസ്റ്റിക് അനാലിസിസ്. ഓക്കെ, സോ ഇത്രയും പോയിന്റ്സ് ആണ് കൊളാപ്സ് ലോഡിൽ അറിയേണ്ടത്. Now let's discuss the basic theorems for finding collapse load. So collapse load determine ചെയ്യാനായിട്ട് നമ്മൾ മെയിൻ ആയിട്ട് 3 theorems ഫോളോ ചെയ്യുന്നുണ്ട്. ഓരോ തിയറവും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് തിയറം is static theorem. Static theoremത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഞാനൊന്ന് വായിക്കാം. It states that for a given structure and loading, if there exists any distribution of bending moment throughout the structure which is both safe and statically admissible with a set of loads W, the value of W must be less than or equal to the collapse load WC.
I repeat, it states that for a given structure and loading, if there exists any distribution of bending moment throughout the structure which is both safe and statically admissible, with a set of loads W, the value of W must be less than or equal to the collapse load WC. For static theorem പറയുന്നത് for a structure considering the given loading, ഒരു structure നമുക്ക് തന്നിട്ടുണ്ട്, ആ structureൽ ഒരു particular loading തന്നിട്ടുണ്ട്, let the total load be W, ആ structureലെ total load എന്ന് പറയുന്നത് W ആണെന്ന് വിചാരിക്കുക. If ആ ഒരു structureൽ bending moment throughout നമ്മൾ bending momentന്റെ distribution throughout exist ചെയ്യാണ്. Okay, and this distribution of bending moment is safe and statically admissible. നമുക്ക് തന്നിരിക്കുന്ന structureൽ throughout bending moment distribute ചെയ്യാണ്, and this distribution of moment is safe and statically admissible. Statically admissible എന്ന് പറയുന്നത് bending moment diagram satisfies the static equilibrium condition. Bending moment diagram എന്ന് പറയുന്നത് static equilibrium equations satisfy ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു structureൽ ഒരു set of loads W act ചെയ്യുന്നുണ്ടെങ്കിൽ the value of W should be less than or equal to the collapse load. അപ്പോൾ വളരെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു structureൽ total load W act ചെയ്യുകയാണെങ്കിൽ the value of W should be less than or equal to the collapse load. ഇതാണ് നമ്മുടെ static theorem. Then static theorem is also known as lower bound theorem. Okay, അപ്പോൾ static theoremത്തിനെ lower bound theorem എന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ static theorem എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഒരു structureലെ total load എന്ന് പറയുന്നത് should be less than or equal to collapse load. Okay, it is also known as lower bound theorem. Then next comes kinematic theorem. Statement പറയാം. This theorem states that for a structure subjected to a set of loads W, the value of W found to correspond to any assumed mechanism must be either greater or equal to the collapse load WC. So, നമ്മൾ static theorem പറഞ്ഞതിന്റെ just opposite ആണ് kinematic theorem. ഇവിടെ നമ്മൾ എന്താണ്, ഒരു structure ഉണ്ട്, considering given loading conditions നമ്മൾ consider ചെയ്ത് ഒരു structureൽ throughout bending moment distribution exist ചെയ്യാണ്, which is safe and statically admissible, then the set of loads W should be greater than or equal to collapse load. എന്ന് പറഞ്ഞാൽ ഒരു structureലെ total load, given load W value എന്ന് പറയുന്നത് should be greater or equal to collapse load. So this is kinematic theorem. Okay, static theoremത്തിന്റെ just opposite. Kinematic theorem is also known as upper bound theorem. Okay, for static theorem and kinematic theorem എന്താണെന്ന് clear ആയി, ഇതിന്റെ difference മനസ്സിലായല്ലോ. just ഒരു point ഉള്ളൂ, static theoremത്തിൽ total load അല്ലെങ്കിൽ value of load W is less than or equal to WC. In kinematic theorem, value of W is greater than or equal to WC. The next theorem, uniqueness theorem. So, uniqueness theorem important ആണ്. ഈ theoremത്തിനെ base ചെയ്തിട്ടാണ് നമ്മൾ അടുത്ത രണ്ട് methods of plastic analysis discuss ചെയ്യുന്നത്. So, uniqueness theoremത്തിന്റെ statement ഞാൻ പറയാം. If for a given structure and loading, at least one safe and statically admissible bending moment distribution can be found, and in this distribution, the bending moment is equal to the plastic moment at enough cross-section to cause failure of the structure due to unlimited rotations at plastic hinges, the corresponding load will be equal to collapse load WC. So, uniqueness theorem പറയുന്നത് നമ്മളൊരു structure consider ചെയ്യുകയാണെങ്കിൽ ആ structureലെ particular pointsലെ bending moment നമ്മൾ plastic moment capacity ആയിട്ട് equate ചെയ്യുകയാണെങ്കിൽ the total load on that structure W will be equal to the collapse load. അപ്പോൾ uniqueness theorem പറയുന്നത് ഒരു structureലെ certain pointsലെ bending moment നമ്മൾ
പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റിയുമായിട്ട് ഇക്വേറ്റ് ചെയ്യുവാണെങ്കിൽ ആ സ്ട്രക്ചറിലെ ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത് കൊളാപ്സ് ലോഡിന് ഇക്വലന്റ് ആയിരിക്കും. ഓക്കെ, സോ യുണീക്നെസ് തിയറത്തിൽ ടോട്ടൽ ലോഡ് വാല്യൂ W will be equal to collapse load WC. ഓക്കെ, സോ ഇതാണ് യുണീക്നെസ് തിയറം. Then next, methods of plastic analysis. So ഇനി നമ്മൾ methods of plastic analysis ആണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് basic theorems to find collapse load. Collapse load ഡിറ്റർമിൻ ചെയ്യാനായിട്ട് നമ്മൾ ബേസിക് ആയിട്ട് യൂസ് ചെയ്യുന്ന theorems ആയിരുന്നു സ്റ്റാറ്റിക് തിയറം, കൈനമാറ്റിക് തിയറം ആൻഡ് യുണീക്നെസ് തിയറം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മെത്തേഡ്സ് ഓഫ് പ്ലാസ്റ്റിക് അനാലിസിസ് ആണ്. ഈ മെത്തേഡ്സ് ഓഫ് പ്ലാസ്റ്റിക് അനാലിസിസ് നമ്മൾ പറയുന്നത് ബേസ്ഡ് ഓൺ യുണീക്നെസ് തിയറം ആണ്. യുണീക്നെസ് തിയറത്തിനെ ബേസ് ചെയ്തിട്ടുള്ള രണ്ട് മെത്തേഡ്സ് ഓഫ് പ്ലാസ്റ്റിക് അനാലിസിസ് ആണ്. ഫസ്റ്റ് സ്റ്റാറ്റിക്കൽ മെത്തേഡ് ആൻഡ് സെക്കൻഡ് കൈനമാറ്റിക് മെത്തേഡ്. സോ യുണീക്നെസ് തിയറം W is equal to WC എന്ന യുണീക്നെസ് തിയറത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ടു മെത്തേഡ്സ് ഓഫ് പ്ലാസ്റ്റിക് അനാലിസിസ് ആണ് സ്റ്റാറ്റിക്കൽ മെത്തേഡ് ആൻഡ് കൈനമാറ്റിക് മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റാറ്റിക്കൽ മെത്തേഡിനെ ബേസ് ചെയ്തും കൈനമാറ്റിക് മെത്തേഡിനെ ബേസ് ചെയ്തും നിങ്ങൾക്ക് പ്രോബ്ലംസ് പഠിക്കാനായിട്ട് ഉണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് അസംഷൻസ്. പ്ലാസ്റ്റിക് അനാലിസിസിലെ അസംഷൻസ് ഓൾറെഡി നമ്മൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ സ്ലൈഡിൽ കുറച്ച് പോയിന്റ്സ് ഡിസ്കസ് ചെയ്തിരുന്നു. ആ സെയിം അസംഷൻസ് ഇവിടെയും ആപ്ലിക്കബിൾ ആണ്. ആൻഡ് ഓൾസോ ഒരു എക്സ്ട്രാ പോയിന്റ് കയറി വരുന്നുണ്ട്. ദാറ്റ് ഇസ് once plastic hinge is formed, rotation takes place freely without any change in the moment MP acting at the section. So extra assumption പറയുന്നത് once ഒരു സ്ട്രക്ചർ പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്തു കഴിഞ്ഞാൽ ആ പോയിന്റിൽ ഫ്രീ ആയിട്ട് റൊട്ടേഷൻ പോസിബിൾ ആണ്. ആൻഡ് ദാറ്റ് moment is equal to the plastic moment capacity acting at that section. Okay, so assumption പറയുന്നത് പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യുന്ന പോയിന്റിൽ ഫ്രീ ആയിട്ട് റൊട്ടേഷൻ പോസിബിൾ ആണ്. സോ റൊട്ടേഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഡെവലപ്പ് ആകുന്ന മൊമെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു ദി പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി അറ്റ് ദാറ്റ് സെക്ഷൻ. ഓക്കെ, സോ ഈ അസംപ്ഷൻ കൂടെ മനസ്സിൽ വയ്ക്കുക. സോ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സ്റ്റാറ്റിക്കൽ മെത്തേഡ് ആണ്. സോ സ്റ്റാറ്റിക്കൽ മെത്തേഡ് ഇസ് ബേസ്ഡ് ഓൺ യുണീക്നെസ് തിയറം. യുണീക്നെസ് തിയറത്തിനെ ബേസ് ചെയ്തിട്ടുള്ള മെത്തേഡ് ആണ് സ്റ്റാറ്റിക്കൽ മെത്തേഡ്. This method is suitable for the analysis of structures for which the shape of the bending moment diagram is easily known. So statical method നമ്മൾ commonly യൂസ് ചെയ്യുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് ആൻഡ് ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സിന്റെ അനാലിസിസിനാണ്, വേർ നമുക്ക് ആ സ്ട്രക്ചറിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഈസിലി വരയ്ക്കാനായിട്ട് പറ്റണം. അപ്പൊ നമുക്ക് ഈസിലി ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാനായിട്ട് പറ്റുന്ന സ്ട്രക്ചേഴ്സിന്റെ അനാലിസിസിന് വേണ്ടി മാത്രമാണ് നമ്മൾ സ്റ്റാറ്റിക്കൽ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈസിലി നമുക്ക് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാൻ പറ്റുന്ന സ്ട്രക്ചേഴ്സ് എന്ന് പറയുമ്പോൾ സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ സിംപ്ലി സപ്പോർട്ടഡ് ബീം വരാം, കാന്റിലിവർ ബീംസ് വരാം, ആൻഡ് സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് ബീംസ് എന്ന് പറയുമ്പോൾ ഫിക്സ്ഡ് ബീം വരാം. ഒറ്റ സ്പാനുള്ള രണ്ടെണ്ണം ഫിക്സ്ഡ് ആയിട്ടുള്ള ഫിക്സ്ഡ് ബീംസ് വരാം, ദെൻ പ്രോബ്ഡ് കാന്റിലിവർ ബീംസ് വരാം. അപ്പൊ ഇത്തരത്തിലുള്ള സിമ്പിൾ ബീംസ് ആണ് വരുന്നതെങ്കിൽ ഈസിലി നമുക്ക് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാനായിട്ട് പറ്റും. സോ അത്തരത്തിലുള്ള ബീംസിന്റെ അനാലിസിസിന് വേണ്ടി മാത്രമാണ് നമ്മൾ സ്റ്റാറ്റിക്കൽ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. കോംപ്ലക്സ് ആയിട്ട് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരുന്ന സ്ട്രക്ചേഴ്സ് ഒന്നും തന്നെ ഈ മെത്തേഡ് യൂസ് ചെയ്ത് നമ്മൾ അനലൈസ് ചെയ്യുന്നില്ല. അതിനൊരു എക്സാമ്പിൾ ആണ് കോംപ്ലക്സ് ലോഡ് കേസ് വരുന്നതും ഒരു ബീമിൽ തന്നെ രണ്ടോ അതിലധികമോ സ്പാൻസ് വരുന്ന ബീംസും അതുപോലെ ഫ്രെയിംസും അനാലിസിസിന് വേണ്ടിയിട്ട് നമ്മൾ ഈ മെത്തേഡ് യൂസ് ചെയ്യാറില്ല. The next point, it consists of drawing statically admissible bending moment diagram and equating bending moment at section points to plastic moment capacity so that collapse mechanism forms. So statical methodil നമ്മൾ ചെയ്യുന്നത് തന്നിരിക്കുന്ന സ്ട്രക്ചറിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കും.
ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരച്ചിട്ട് ആ ഡയഗ്രത്തിലെ സഫിഷ്യന്റ് പോയിന്റ്സിലെ ബെൻഡിങ് മൊമെന്റിനെ പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റിയുമായിട്ട് ഇക്വേറ്റ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ കൊളാപ്സ് മെക്കാനിസം ഫോം ചെയ്ത് കൊളാപ്സ് ലോഡ് കമ്പ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, കഴിഞ്ഞ സ്ലൈഡിൽ അസംഷൻ പറഞ്ഞ സെയിം അസംഷൻ ആണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരച്ച് സഫിഷ്യന്റ് പോയിന്റ്സിലെ ബെൻഡിങ് മൊമെന്റിനെ പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റിയുമായിട്ട് ഇക്വേറ്റ് ചെയ്ത് കൊളാപ്സ് ലോഡ് ഡിറ്റർമിൻ ചെയ്യും. ഓക്കെ, അപ്പോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാൻ പറ്റുന്ന സ്ട്രക്ചേഴ്സിന് മാത്രമേ നമ്മൾ ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിലെ സഫിഷ്യന്റ് പോയിന്റ്സിലെ ബെൻഡിങ് മൊമെന്റ് ആണ് നമ്മൾ പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റിയുമായിട്ട് ഇക്വേറ്റ് ചെയ്യുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മൾ സഫിഷ്യന്റ് പോയിന്റിലെ ബെൻഡിങ് മൊമെന്റിനെയാണ് പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റിയുമായിട്ട് ഇക്വേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഏത് പോയിന്റിലെ ബെൻഡിങ് മൊമെന്റ് ആയിരിക്കും നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നത്? ശ്രദ്ധിക്കുക, എപ്പോഴാണോ അല്ലെങ്കിൽ ഏത് പോയിന്റിലാണോ കൊളാപ്സ് ഫെയിലിയറിനുള്ള സാധ്യതയുള്ളത് ആ പോയിന്റിലെ ബെൻഡിങ് മൊമെന്റ് ആണ് നമ്മൾ പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റിയുമായിട്ട് ഇക്വേറ്റ് ചെയ്യുന്നത്. ഏത് പോയിന്റിലാണോ ഫെയിലിയർ ഉണ്ടാകാനുള്ള പോസിബിലിറ്റി കൂടുതൽ ആ പോയിന്റിലെ ബെൻഡിങ് മൊമെന്റ് ആയിരിക്കും നമ്മൾ പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റിയുമായിട്ട് ഇക്വേറ്റ് ചെയ്യുന്നത്. ഒരു സ്ട്രക്ചറൽ ഫെയിലിയർ ഉണ്ടാകാൻ ഉള്ള ചാൻസസ് കൂടുതൽ എവിടെയായിരിക്കും? ഒന്ന് സപ്പോർട്ട്സിൽ, മറ്റത് ലോഡ്സിന് താഴെ. ഓക്കെ, അപ്പോൾ ഒന്നുകിൽ ലോഡിന് താഴെ ആയിരിക്കും, അല്ല എങ്കിൽ സപ്പോർട്ട്സിലായിരിക്കും ഫെയിലിയർ ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതൽ. അപ്പോ സ്റ്റാറ്റിക്കൽ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത് ലോഡിന് അല്ലെങ്കിൽ ഒരു ബീമിൽ എവിടെയാണോ മാക്സിമം ബെൻഡിങ് മൊമെന്റ് വരുന്നത് ആ മാക്സിമം ബെൻഡിങ് മൊമെന്റ് വാല്യൂവിനെ പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റിയുമായിട്ട് ഇക്വേറ്റ് ചെയ്തിട്ടാണ് കൊളാപ്സ് ലോഡ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഒരു സ്ട്രക്ചർ എടുക്കുകയാണെങ്കിൽ ആ സ്ട്രക്ചറിൽ എപ്പോഴും ലോഡിന് താഴെ ആയിരിക്കും മാക്സിമം ബെൻഡിങ് മൊമെന്റ് വരുന്നത്. അപ്പൊ അങ്ങനെ ലോഡിന് താഴെയാണ് മാക്സിമം ബെൻഡിങ് മൊമെന്റ് വരുന്നതെങ്കിൽ ആ ബെൻഡിങ് മൊമെന്റിനെ ആയിരിക്കും നമ്മൾ പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റിയുമായിട്ട് ഇക്വേറ്റ് ചെയ്യുന്നത്. അപ്പൊ മനസ്സിലാക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചറിൽ ഫസ്റ്റ് കൊളാപ്സ് വരുന്നത് ഫെയിലിയർ ചാൻസസ് കൂടുതൽ ലോഡിന് താഴെയും സപ്പോർട്ട്സിലുമാണ്. ലോഡിന് താഴെയായിരിക്കും എപ്പോഴും മാക്സിമം ബെൻഡിങ് മൊമെന്റ് വരുന്നത്. സോ സ്റ്റാറ്റിക്കൽ മെത്തേഡിൽ നമ്മൾ മാക്സിമം ബെൻഡിങ് മൊമെന്റിനെയാണ് പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റിയുമായിട്ട് ഇക്വേറ്റ് ചെയ്ത് കൊളാപ്സ് ലോഡ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പ്രോബ്ലത്തിലൂടെ നമുക്കത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. So first problem, determine the collapse load WC in the simply supported beam shown in figure. So ഇവിടെ നിങ്ങൾക്ക് ഒരു simply supported beam ആണ് തന്നിരിക്കുന്നത്. So statical method യൂസ് ചെയ്ത് collapse load determine ചെയ്യാനായിട്ട് ചോദിക്കുവാണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? Draw the bending moment diagram. ഒരു simply supported beamൽ central point load ആണ് carry ചെയ്യുന്നത്. So your bending moment diagram will be a triangle with maximum ordinate under the load. ലോഡിന് താഴെ ആയിരിക്കും maximum ordinate value is WL/4. Okay, so എപ്പോഴും ശ്രദ്ധിക്കുക, സ്റ്റാറ്റിക്കൽ മെത്തേഡിൽ ഒരു ബീം തന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് draw the bending moment diagram, then ലോഡിന് താഴെ ആയിരിക്കും maximum bending moment വരുന്നത്. That bending moment value here is WL/4. ഇനി എന്താ നമ്മൾ പറഞ്ഞേ? ബീമിലെ മാക്സിമം ബെൻഡിങ് മൊമെന്റിനെ നമ്മൾ പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റിയുമായിട്ട് ഇക്വേറ്റ് ചെയ്യും. സോ ദ സൊല്യൂഷൻ ഇസ് MP is equal to WL/4. സോ ബീമിലെ മാക്സിമം ബെൻഡിങ് മൊമെന്റ് വാല്യൂവിനെ പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റിയുമായിട്ട് ഇക്വേറ്റ് ചെയ്യും. ആൻഡ് ഓൾസോ നമ്മൾ ഒരു കാര്യം കൂടെ പറഞ്ഞിരുന്നു, ഈ സ്റ്റാറ്റിക്കൽ മെത്തേഡ് ഇസ് ബേസ്ഡ് ഓൺ യൂണിക്നെസ് തിയറം. യൂണിക്നെസ് തിയറത്തിൽ നമ്മൾ എന്താ പറഞ്ഞേ? ഒരു സ്ട്രക്ചറിലെ ലോഡ് വാല്യൂ W എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു WC. അങ്ങനെയാണെങ്കിൽ ഈ W ന് പകരം എനിക്ക് കൊളാപ്സ് ലോഡ് WC എന്ന് എഴുതിക്കൂടെ? സോ യുവർ MP will become MP is equal to WCL/4. Okay, according to uniqueness theorem, W is equal to WC. Okay, അപ്പം നമുക്ക് ലോഡിനെ WC എന്ന് റെപ്രസെന്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ MP is equal to WCL/4. സോ ഇവിടെ നിന്നും WC എന്തായിരിക്കും? WC is equal to 4MP/L. അപ്പൊ ഈ സ്ട്രക്ചറിന്റെ കൊളാപ്സ് ലോഡ് കിട്ടിയല്ലോ. അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾ സ്റ്റാറ്റിക്കൽ മെത്തേഡിൽ കൊളാപ്സ് ലോഡ് ഡിറ്റർമിൻ ചെയ്യുന്നത്. Next question, determine the collapse load WC in case of propped cantilever beam loaded as shown in figure. So ഒരു propped cantilever beam തന്നിട്ടുണ്ട് carrying an eccentric point load. ഈ ബീമിന്റെ collapse load WC determine ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. So first എന്ത് ചെയ്യുക? Draw the bending moment
diagram. Propped cantilever beam ഒരു statically indeterminate structure ആണ്. So bending moment diagram is the difference between final moment diagram and free moment diagram. So ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് free moment diagram ത്തിന്റെയും final moment diagram difference ആയ actual bending moment diagram ആണ് shade ചെയ്ത് കാണിച്ചിരിക്കുന്നത്. Where free moment diagram is the right angle triangle A, B and C. Then free moment diagram നമുക്കറിയാം maximum load under the maximum bending moment under the load which is given by WAB by L. Since load is eccentric point load, free moment diagram will be a triangle. So free moment diagram എന്ന് പറയുന്നത് triangle ആയിരിക്കും. Maximum ordinate under the load, that value is given by WAB by L. Okay. അപ്പോ final moment diagram വരച്ചു, free moment diagram വരച്ചു. രണ്ടിന്റെയും ഡിഫറൻസ് ആയിരിക്കും actual bending moment diagram. അതാണ് ഷെയ്ഡ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ഇനി കൊളാപ്സ് ആകുന്ന പോയിന്റിലെ ലോഡിനെ നമ്മൾ പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി ആയിട്ട് ഇക്വേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു സ്ട്രക്ചറൽ കൊളാപ്സ് ആകാനുള്ള സാധ്യത എ ഫിക്സ്ഡ് സപ്പോർട്ട് കൊളാപ്സ് ആവാൻ പ്രോബബിലിറ്റി ഉണ്ട്. സോ അവിടെയുള്ള മൊമെന്റിനെ ഞാൻ MP എന്നെടുത്തു. അതുപോലെ ലോഡിന് താഴെയും കൊളാപ്സ് ആകാനുള്ള ചാൻസ് ഉണ്ട്. സോ ലോഡിന് താഴെ വരുന്ന ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എന്ന് പറയുമ്പോൾ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പോർഷനിലെ മാത്രമാണ്. സോ ആ പോർഷനിലെ മൊമെന്റിനെ ഞാൻ പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി ആയിട്ട് ഇക്വേറ്റ് ചെയ്തു. ഓക്കെ, ഇനി എനിക്ക് വേണ്ടത് കൊളാപ്സ് ലോഡ് ആണ്. കൊളാപ്സ് ലോഡ് കിട്ടാനായിട്ട് എന്ത് ചെയ്യാം? മാക്സിമം ബെൻഡിങ് മൊമെന്റ് കിട്ടുന്ന പോയിന്റിലെ പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റിനെ ബെൻഡിങ് മൊമെന്റുമായിട്ട് ഇക്വേറ്റ് ചെയ്താണ് നമ്മൾ കൊളാപ്സ് ലോഡ് ഡിറ്റർമിൻ ചെയ്യുന്നത്. സോ ഈ കേസിൽ മാക്സിമം മൊമെന്റ് വരുന്നത് അല്ലെങ്കിൽ മാക്സിമം ബെൻഡിങ് മൊമെന്റ് വരുന്നത് ലോഡിന് താഴെയാണ്. സോ മാക്സിമം ബെൻഡിങ് മൊമെന്റ് വാല്യൂ എന്ന് പറയുന്നത് WAB by L ആണ്. ഈ WAB by L എന്ന് പറയുന്നത് MP plus X അല്ലേ? WAB by L എന്ന് പറയുന്നത് MP plus X ആണ്. കാരണം മാക്സിമം ബെൻഡിങ് മൊമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി MP മാത്രമല്ല, ഈ ഒരു പോർഷനും കൂടെ വരുന്നുണ്ട്. ആ പോർഷൻ X ആണ്. സോ MP plus X is equal to WAB by L. ആ കണ്ടീഷൻ യൂസ് ചെയ്തിട്ട്, അതായത് മാക്സിമം ബെൻഡിങ് മൊമെന്റ് വരുന്ന പോയിന്റിലെ ബെൻഡിങ് മൊമെന്റിനെ പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി ആയിട്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്താണ് കൊളാപ്സ് ലോഡ് ഡിറ്റർമിൻ ചെയ്യുന്നത്. സോ ഇവിടെ മാക്സിമം ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് WAB by L ആണ്, which is equivalent to MP plus X ആണ്. ഓക്കെ, സോ X ഡിറ്റർമിൻ ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ഡിറ്റർമിൻ X ഡിറ്റർമിൻ ചെയ്യാനായിട്ട് അപ്ലൈ പ്രോപ്പർട്ടീസ് ഓഫ് സിമിലർ triangle. MP by L is equal to X by B, then X is equal to MP by L into B. So X കിട്ടിക്കഴിഞ്ഞാൽ MP plus X is equal to WAB by L. X ന് പകരം MPB by L substitute ചെയ്യാം. Then W ന് പകരം WC. കാരണം according to uniqueness theorem, W is equal to WC. So W ന് പകരം WC substitute ചെയ്യാം. Then MP common ആയിട്ട് പുറത്തെടുക്കുക. So our equation will become MP into 1 plus B by L is equal to WC AB by L. From this equation, you will get WC is equal to MP into L plus B divided by AB. Okay. അപ്പൊ ഇങ്ങനെയാണ് propped cantilever beamലെ collapse load determine ചെയ്യുന്നത്. Okay. Next problem. Determine the collapse load WC in case of fixed beam loaded as shown in figure. So ഇവിടെ നിങ്ങൾക്ക് ഒരു fixed beam തന്നിട്ടുണ്ട്. ഈ fixed beamലെ collapse load WC determine ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ബീമിൽ eccentric point load W ആണ് ആക്ട് ചെയ്യുന്നത്. So statical methodലെ first step എന്ന് പറയുന്നത് draw the bending moment diagram. Fixed beam ഒരു statically indeterminate structure ആയതുകൊണ്ട് തന്നെ bending moment diagram is the difference between final moment diagram and free moment diagram. So ആദ്യം final moment diagram വരയ്ക്കുക. A എന്ന പോയിന്റിലും B എന്ന പോയിന്റിലും final momentനെ ഞാൻ plastic moment capacity ആയിട്ട് കൺസിഡർ ചെയ്യാണ്. കാരണം എയും ബിയും സപ്പോർട്ട്സ് ആണ്, ഫെയിലിയറിനുള്ള ചാൻസ് ഉണ്ട്. സോ എയിലും ബിയിലും ഡെവലപ്പ് ആകുന്ന ഫൈനൽ മൊമെന്റിനെ ഞാൻ പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി ആയിട്ട് ഇക്വേറ്റ് ചെയ്യും. ഫൈനൽ മൊമെന്റ് ഡയഗ്രാം വരച്ചു. ദെൻ ഫ്രീ മൊമെന്റ് ഡയഗ്രാം എന്ന് പറയുമ്പോൾ എക്സെൻട്രിക് പോയിന്റ് ലോഡ് ആയതുകൊണ്ട് തന്നെ
triangle ആയിരിക്കും maximum ordinate under the load. So free moment diagram വരച്ചു. രണ്ടിന്റെയും difference ആയിരിക്കും final moment diagram എന്ന് bending moment diagram എന്ന് പറയുന്നത്. ഇനി ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫെയിലിയർ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ലോഡിന് താഴെ ഫെയിലിയർ ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിലെ ബെൻഡിങ് മൊമെന്റിനെ ഞാൻ പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി ആയിട്ട് ഇക്വേറ്റ് ചെയ്യും. ദെൻ നമുക്ക് വേണ്ടത് കൊളാപ്സ് ലോഡ് ആണ്. കൊളാപ്സ് ലോഡ് എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്? മാക്സിമം ബെൻഡിങ് മൊമെന്റിനെ പ്ലാസ്റ്റിക് ഒരു സെക്ഷനിലെ മാക്സിമം ബെൻഡിങ് മൊമെന്റ് എവിടെയാണോ ആ മാക്സിമം ബെൻഡിങ് മൊമെന്റ് വാല്യൂവിനെ പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി ആയിട്ട് ഇക്വേറ്റ് ചെയ്യുന്നത്. ഇവിടെ മാക്സിമം ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് ലോഡിന് താഴെയാണ്. ദാറ്റ് വാല്യൂ ഈസ് WAB/L. Then WAB/L എന്ന് പറയുന്നത് MP plus MP അല്ലേ? അതായത് ഇത്രയും പോർഷനിലെ MP, then ഇത്രയും പോർഷനിലും again പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി MP അല്ലേ? So MP plus MP is equal to WAB/L. ആ ഇക്വേഷനിൽ നിന്നും നമുക്ക് collapse load determine ചെയ്തൂടെ? So our solution is MP plus MP is equal to WAB/L. Then according to uniqueness theorem, W is equal to WC. So MP plus MP is equal to WCAB/L. Then 2MP is equal to WCAB/L. Then WC is equal to 2MPL/AB. So fixed beam in the collapse load നമുക്ക് കിട്ടി. ഇനി ഇവിടെ eccentric point load അല്ല, central point load ആയിരുന്നു എന്ന് വിചാരിക്കുക. That is A is equal to B is equal to L/2. Central point load ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ WC ന്റെ ഇക്വേഷനിൽ Aക്കും Bക്കും L/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? WC is equal to 8MP/L. അപ്പൊ ശ്രദ്ധിക്കുക, ഫിക്സ്ഡ് ബീമിൽ സെൻട്രൽ പോയിന്റ് ലോഡ് ആയിരുന്നുവെങ്കിൽ WC is equal to 8MP/L. ക്ലിയർ ആയോ? Then next, a propped cantilever of span L is subjected to UDL W per unit length. Determine the collapse load WC if the plastic moment capacity of the beam is MP. ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഇവിടെ ഒരു പ്രോപ്ഡ് കാന്റിലിവർ ബീം ആണ് തന്നിരിക്കുന്നത്, carrying UDL throughout its length. So ഈ പ്രോപ്ഡ് കാന്റിലിവർ ബീം UDL ക്യാരി ചെയ്യുന്ന പ്രോപ്ഡ് കാന്റിലിവർ ബീമിന്റെ കൊളാപ്സ് ലോഡ് ഡിറ്റർമിൻ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. So first step എന്താണ് സ്റ്റാറ്റിക്കൽ മെത്തേഡിലെ? Draw the bending moment diagram. Propped cantilever statically indeterminate structure ആണ്. So bending moment diagram is the difference between final moment diagram and free moment diagram. So ഞാൻ A fixed ആണ്, B hinged ആണ്. So B ലെ final moment 0 ആയിരിക്കും. A ലെ final momentനെ ഞാൻ MP എന്ന് മാർക്ക് ചെയ്തു, final moment diagram വരച്ചു. Then free moment diagram എന്ന് പറയുന്നത് parabolic ആയിരിക്കും. So free moment diagram parabola മാർക്ക് ചെയ്തു. Then നമുക്ക് വേണ്ടത് പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റിനെ നമ്മൾ മാക്സിമം ബെൻഡിങ് മൊമെന്റ് ആയിട്ടാണ് ഇക്വേറ്റ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് നമുക്ക് മാക്സിമം ബെൻഡിങ് മൊമെന്റ് എവിടെയാണെന്ന് ഡിറ്റർമിൻ ചെയ്യണം. ഓക്കെ, ഫോർ എ പ്രോപ്ഡ് കാന്റിലിവർ ബീം ഏത് പോയിന്റിലാണ് മാക്സിമം ബെൻഡിങ് മൊമെന്റ് കിട്ടുന്നതെന്ന് ഡിറ്റർമിൻ ചെയ്യുക. സോ അതാണ് നമ്മുടെ ഫസ്റ്റ് എയിം എന്ന് പറയുന്നത്. കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റിനെ നമ്മൾ മാക്സിമം ബെൻഡിങ് മൊമെന്റ് വാല്യൂ ആയിട്ടാണ് ഇക്വേറ്റ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് നമുക്ക് propped cantilever beam carrying UDL throughout its length ഏത് പോയിന്റിലാണ് മാക്സിമം ബെൻഡിങ് മൊമെന്റ് കിട്ടുന്നതെന്ന് ഡിറ്റർമിൻ ചെയ്യണം. സോ ഫോർ ദാറ്റ് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? ലെറ്റ് കൺസിഡർ എ സെക്ഷൻ XX. XX എന്ന ഒരു സെക്ഷൻ കൺസിഡർ ചെയ്യുക. ആ സെക്ഷന് മാക്സിമം ബെൻഡിങ് മൊമെന്റ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യാം. XX എന്ന സെക്ഷൻ കൺസിഡർ ചെയ്തു, ആ സെക്ഷനിലാണ് മാക്സിമം ബെൻഡിങ് മൊമെന്റ് കിട്ടുന്നതെന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഈ ഷെയ്ഡഡ് പോർഷനിലെ XX സെക്ഷനിലെ ബെൻഡിങ് മൊമെന്റിനെ നമുക്ക് പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി ആയിട്ട് ഇക്വേറ്റ് ചെയ്തൂടെ? ബാക്കിയുള്ള പോർഷനെ ഞാൻ Y എന്ന് എടുക്കുന്നു ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് സിമിലർ ട്രയാങ്കിൾ യൂസ് ചെയ്ത് ഞാൻ Y ഡിറ്റർമിൻ ചെയ്യുന്നു. സോ എന്താ Y എന്ന് പറയുന്നത്? MP/L is equal to Y/X എന്ന് കിട്ടി. We are considering a section XX which is at a distance X from B. നമ്മൾ കൺസിഡർ ചെയ്യുന്ന സെക്ഷൻ എന്ന് പറയുന്നത് B യിൽ നിന്നും X ഡിസ്റ്റൻസ് മാറിയിട്ടാണ്. സോ പ്രോപ്പർട്ടീസ് ഓഫ് സിമിലർ ട്രയാങ്കിൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ you will get Y is equal to MP into X/L. Okay.
ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നോക്കേ, ഈ എം പി പ്ലസ് വൈനെ എനിക്ക് എം എക്സ് എന്ന് എഴുതിക്കൂടെ? എം പി പ്ലസ് വൈ എന്ന് പറയുന്നത് ഞാൻ എം എക്സ് എന്ന് എടുക്കുകയാണ്, കാരണം എക്സ് എക്സ് സെക്ഷനിലെ ബെൻഡ് മൊമെന്റ് ആണ് എം എക്സ് എന്ന് പറയുന്നത്. സോ ഞാൻ എം എക്സിനെ എം പി പ്ലസ് വൈ എന്ന് എഴുതുകയാണ്. ഇനി വൈന് പകരം ഞാൻ എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? എം പി ഇൻറ്റു എക്സ് ബൈ എൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. പുട്ട് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, ഇനി ഈ ഇക്വേഷനിൽ നിന്നും എന്താണ് എം പി? ഇക്വേഷനിൽ നിന്നും എം പിനെ എനിക്ക് എം എക്സ് മൈനസ് എം പി ഇൻറ്റു എക്സ് ബൈ എൽ എന്ന് എഴുതിക്കൂടെ? ഇനി എം എക്സ് എന്ന് പറയുന്നത് എന്താ? ഈ സെക്ഷൻ എബൌട്ട് ആയിട്ട് ബെൻഡ് മൊമെന്റ് എടുത്തേ. എക്സ് എക്സ് എന്ന സെക്ഷൻ എബൌട്ട് ആയിട്ട് ബെൻഡ് മൊമെന്റ് എടുക്കുമ്പോൾ എന്താ വരുന്നേ? ആർ ബി ഇൻറ്റു എക്സ് മൈനസ് ഡബ്ല്യു ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് ബൈ 2, ദാറ്റ് ഇസ് ഡബ്ല്യു എക്സ് സ്ക്വയർ ബൈ 2. ഡബ്ല്യുവിന് പകരം എനിക്ക് ഡബ്ല്യു സി എന്ന് എഴുതിക്കൂടെ? കാരണം ഒരു സ്ട്രക്ചറിലെ ടോട്ടൽ ലോഡ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഡബ്ല്യു സി ബേസ്ഡ് ഓൺ യൂണിക്നെസ് തിയറം. സോ എം എക്സ് എന്ന് പറയുന്നത് ആർ ബി ഇൻറ്റു എക്സ് മൈനസ് ഡബ്ല്യു സി എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് എം പി ഇൻറ്റു എക്സ് ബൈ എൽ. ഇനി എക്സ് എക്സ് സെക്ഷനിലെ പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് നമുക്ക് അവിടുത്തെ മാക്സിമം ബെൻഡിങ് മൊമെന്റ് ആയിട്ട് ഇക്വേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എനിക്ക് എം പിനെ എം എക്സ് എന്ന് എഴുതിക്കൂടെ? നമ്മളെപ്പോഴും ഒരു സെക്ഷനിലെ മാക്സിമം ബെൻഡിങ് മൊമെന്റിനെയാണ് പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി ആയിട്ട് ഇക്വേറ്റ് ചെയ്യുന്നത്. സോ ഈ എം പിനെ എനിക്ക് എം എക്സ് എന്ന് എഴുതാം. എഴുതിക്കൂടെ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇക്വേഷൻ എങ്ങനെ ഇന്റർചേഞ്ച് ചെയ്യും? എം എക്സ് ഇസ് ഈക്വൽ ടു ആർ ബി എന്ന് പറയുന്നത് ഡബ്ല്യു സി എൽ ബൈ 2 ആണ്. ആർ ബിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എം എക്സ് ഇസ് ഈക്വൽ ടു ഡബ്ല്യു സി എൽ ബൈ 2 ഇൻറ്റു എക്സ് മൈനസ് ഡബ്ല്യു സി ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് എം പി ഇൻറ്റു എക്സ് ബൈ എൽ. ഇങ്ങനെ ഞാൻ എം പി എം എക്സ് ആയിട്ട് ഇക്വേറ്റ് ചെയ്യാൻ കാരണം നമ്മൾ മാക്സിമം ബെൻഡിങ് മൊമെന്റിനെയാണ് പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി ആയിട്ട് ഇക്വേറ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് എം പിയുടെ ഇക്വേഷന് എം പിക്ക് പകരം ഞാൻ എം എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? മാക്സിമം ബെൻഡിങ് മൊമെന്റ് കിട്ടാനായിട്ടുള്ള കണ്ടീഷൻ എന്താണ്? ഡി എം എക്സ് ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 0. സോ എം എക്സിന്റെ ഇക്വേഷന് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എടുക്കുക, 0 ഇക്വേറ്റ് ചെയ്യുക. യു വിൽ ഗെറ്റ് എം പി ആസ് ഡബ്ല്യു സി എൽ ബൈ 2 ഇൻറ്റു എൽ മൈനസ് 2x. ദെൻ സെക്കൻഡ് ഇക്വേഷൻ, എം പിയുടെ സെക്കൻഡ് ഇക്വേഷനിൽ നിന്നും എം പി ടേംസിനെ ലെഫ്റ്റ് സൈഡ് കൊണ്ടുപോവുക, ഡബ്ല്യു സിയുടെ ടേംസിനെ റൈറ്റ് സൈഡ് നിർത്തുക. സെക്കൻഡ് ഇക്വേഷൻ ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും എം പി ഇൻറ്റു 1 പ്ലസ് എക്സ് ബൈ എൽ ഇസ് ഈക്വൽ ടു ഡബ്ല്യു സി ബൈ 2 ഇൻറ്റു എൽ എക്സ് മൈനസ് എക്സ് സ്ക്വയർ. ഓക്കെ, ഈ ഇക്വേഷനിൽ എം പിക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? നമുക്ക് തൊട്ട് മുന്നേ കിട്ടിയ വാല്യൂ ഇല്ലേ, ഡബ്ല്യു സി എൽ ബൈ 2 ഇൻറ്റു എൽ മൈനസ് 2x. നമുക്ക് തൊട്ട് മുന്നേ എം പിക്ക് കിട്ടിയ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. ആ ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്യാം. You will get x is equal to 0.414 L. So, ഒരു propped cantilever beam carrying UDL ൽ maximum bending moment വരുന്നത് simple support ൽ നിന്നും 0.414 L distance മാറിയിട്ടാണ്. Okay, അപ്പോൾ propped cantilever beam carrying UDL ആണെങ്കിൽ maximum bending moment will be at a distance 0.414 L from the simple support. അപ്പോൾ maximum bending moment x value നമുക്ക് കിട്ടി. ഇനി എന്ത് ചെയ്യുക? എം പി is equal to എം ബിയുടെ ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുക്കുക, എക്സിന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. യു വിൽ ഗെറ്റ് ഡബ്ല്യു സി is equal to 11.628 എം പി ബൈ എൽ സ്ക്വയർ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് പ്രോപ്ഡ് കാന്റിലിവർ ബീം ക്യാരിയിങ് യൂഡിഎൽ ത്രൂ ഔട്ട് ഇറ്റ്സ് ലെങ്ത് കൊളാപ്സ് ലോഡ് ഡിറ്റർമിൻ ചെയ്യുന്നത് ബൈ യൂസിങ് സ്റ്റാറ്റിക്കൽ മെത്തേഡ്. ഓക്കെ, സോ ഇന്ന് സ്റ്റാറ്റിക്കൽ മെത്തേഡിലെ പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ പ്രോബ്ലംസ് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.